നമസ്തേ മക്കളെ, 9ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ 7ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ നീൽ മഹേശ്വർ പ്രസാദ് സാറാണ്. അപ്പോൾ പാഠം 7 നിയമ്യതാം സ്വയം. നിയമ്യതാം സ്വയം എന്ന് പറയുന്ന ഒരു മനോഹരമായ അധ്യായം അല്ലേ. നമ്മൾ സ്വയം നിയമിക്കുക, സ്വയം നിയന്ത്രിക്കുക. നിയമം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നൊരർത്ഥമാണുള്ളത് കേട്ടോ. നിയമിക്കുക എന്ന് പറഞ്ഞാൽ, യമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു അടുക്കും ചിട്ടയും കൺട്രോൾ ഒക്കെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ സെൽഫ് കൺട്രോൾ, അതാണ് നിയമ്യതാം സ്വയം. സെൽഫ് കൺട്രോൾ കൊണ്ടുവരുന്നതിന് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പാഠപ്രവേശ നോക്കുക. മാനവാനാം പ്രഗത്यै യോഗക്ഷേമായ ച ഭവന്തി സർവാണി ശാസ്ത്രാണി. മാനവാനാം പ്രഗത്यै യോഗക്ഷേമായ ച ഭവന്തി സർവാണി ശാസ്ത്രാണി. മാനവന്മാരുടെ പ്രഗത്यै, പ്രഗതിക്ക് വേണ്ടിയിട്ട്, പ്രഗതി എന്ന് പറഞ്ഞാൽ പുരോഗതിക്ക് വേണ്ടിയിട്ട്, മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാരുടെ പ്രോഗ്രസ്സിന്, ഹ്യൂമൻ ബീങ്ങിൻ്റെ അല്ലേ, മനുഷ്യന്മാരുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, അതുപോലെ യോഗക്ഷേമായ, നമുക്ക് എല്ലാ യോഗക്ഷേമങ്ങളും, നമുക്കൊരു മനുഷ്യജീവിതം വളരെ ചിട്ടയോടെയും ഉറപ്പോടെയും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള യോഗക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് എല്ലാ ശാസ്ത്രങ്ങളും, സർവാണി ശാസ്ത്രാണി, എല്ലാ ശാസ്ത്രങ്ങളും മനുഷ്യന്മാരുടെ യോഗക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ളതാണ്. പരന്തു തേഷാം ആത്യന്തിക ലാഭ ജീവിനാം സൗഖ്യം ഏവ. എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും അവസാനം പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ലാഭം, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം, ഇതിൻ്റെയൊക്കെ എയിം, ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ജീവികൾക്ക് സുഖം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് മനുഷ്യന്മാർക്ക് പുരോഗതി ഉണ്ടാവണം, യോഗക്ഷേമം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി എല്ലാം സുഖിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ കലയും ഒക്കെ എന്തിനാണ്? ഇതൊക്കെ ബേസിക്കലി നമുക്ക് ജീവികൾക്ക് സുഖം ഉണ്ടാക്കുക എന്നാണ്. ഒരു സിനിമ കാണുമ്പോൾ എന്താണ്, സിനിമ കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? അയ്യോ, എൻ്റെ ഈ ടിക്കറ്റിൻ്റെ പൈസ അല്ലേ, ഞാനിപ്പോൾ ബാഹുബലി റിലീസിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് വേണം അതിന് പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടാൻ. ആ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയാൽ മാത്രമേ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ നമ്മൾ സിനിമ കാണുന്നത്? അല്ല, നമ്മൾ സിനിമ കാണുന്നത് എന്താണ്? ഒരു രസം, ഒരു സുഖം അല്ലേ. സിനിമ കാണുമ്പോൾ നമുക്കൊരു സുഖം. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് സിനിമ കാണുന്നത്. എന്നാൽ പോലും നമ്മൾ ബേസിക്കലി നമ്മളുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പം മനുഷ്യന്മാരുടെ സുഖം അല്ലെങ്കിൽ ജീവികളുടെ സുഖമാണ് ഈ പറയുന്ന കല പോലുള്ള ശാസ്ത്രങ്ങളുടെ ഒക്കെ ബേസിക് ഇൻറ്റൻഷൻ. ബേസിക്കലി എല്ലാം സുഖിക്കാൻ വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട് അല്ലേ. കഷ്ടപ്പെടാൻ വേണ്ടി ആരെങ്കിലും ശാസ്ത്രങ്ങൾ ഉണ്ടാക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം സുഖം തന്നെയാണ്. സൗഖ്യമേവ കാവ്യാദീനാം അധ്യയനസ്യാപി ലക്ഷ്യം ഏതദ് ഏവ. കാവ്യം പോലെയുള്ള അധ്യയനങ്ങൾ, നമ്മൾ പാട്ട് പഠിക്കുന്നതും കവിത പഠിക്കുന്നതും ഒക്കെ എന്തിനാണ്? സുഖിക്കാനാണ് അല്ലേ. നല്ല പാട്ട് അല്ലേ, നല്ല കവിത. ആ നല്ല എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല സുഖം അല്ലേ. നല്ല സുഖം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നല്ല സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് കവിതയും പാട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കാവ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും പഠന ലക്ഷ്യം ഇത് തന്നെയാണ്, സുഖം, മനസുഖം ഉണ്ടാവുക അല്ലേ. മാനസോല്ലാസ വിവർദ്ധനായ ഉപയുക്താനി ഉപദേശരൂപാണി കാനിചന പദ്യാനി പഠാമഹ. അപ്പോൾ മനസ്സിന് ഉല്ലാസം ഉണ്ടാക്കുന്ന, മാനസോല്ലാസം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സുഖം, മനസ്സിന് സന്തോഷം വർദ്ധിപ്പിക്കുന്ന അനുയോജ്യമായ ഉപയുക്താനി, ഉപദേശരൂപാണി ചില ശ്ലോകങ്ങൾ വായിക്കാം. കാനിചന പദ്യാനി പഠാമഹ. അപ്പോൾ നമ്മുടെ ഈ നിയമ്യതാം സ്വയം എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾ കുറച്ച് പദ്യങ്ങൾ, കുറച്ച് കാവ്യങ്ങൾ, സുഭാഷിതങ്ങളൊക്കെ പഠിക്കും. അത് എന്താ പറയുക, മനുഷ്യന്മാരുടെ നിയമ്യതാം സ്വയം എന്ന് പറയുന്നത്, നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന മെസ്സേജ് തരുന്ന പാട്ടുകൾ, കവിതകളൊക്കെ ആയിരിക്കും. എന്നാലും ബേസിക്കലി അതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് സുഖം നമുക്കുണ്ടാവുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും അല്ലേ. നോക്കാം നമുക്ക് സുഖം ഉണ്ടാവുന്നു. ആമുഖം നോക്കിയേ. പഞ്ചമഹാകാവ്യാനി സംസ്കൃത സാഹിത്യെ അതിപ്രസിദ്ധാനി ഭവന്തി. പഞ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5. അപ്പോൾ 5 മഹാകാവ്യങ്ങളും സംസ്കൃത സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമാണല്ലോ. സംസ്കൃത സാഹിത്യത്തിൽ ഉള്ള 5 മഹാകാവ്യങ്ങൾ വളരെ പ്രശസ്തമാണ്. തേഭ്യോ മഹാകാവ്യേഭ്യഃ പൂർവം കാനിചന കാവ്യാനി വിരചിതാനി ഭവന്തി. അപ്പോൾ ആ മഹാകാവ്യങ്ങൾക്ക് മുമ്പും ഇവിടെ ചില കാവ്യങ്ങൾ എഴുതപ്പെട്ടിരുന്നു. അതിലൊന്നാണ് തേഷു മഹാകാവ്യേഷു അശ്വഘോഷസ്യ സൗന്ദരനന്ദം രചനാരീതേഹ ലാലിത്യേന അർത്ഥപുഷ്ട്യാച്ച സുപ്രസിദ്ധം ഭവതി. അപ്പോൾ പഞ്ചമഹാകാവ്യങ്ങൾക്ക് മുമ്പും ഇവിടെ എഴുതപ്പെട്ട കാവ്യങ്ങളിലൊന്നായ അശ്വഘോഷൻ്റെ സൗന്ദരനന്ദം. എന്താണ് സൗന്ദരനന്ദം? ആരാ എഴുതിയത്? അശ്വഘോഷൻ. അപ്പോൾ അശ്വഘോഷൻ എഴുതിയ സൗന്ദരനന്ദം എന്ന രചന ഇവിടെ വളരെ ഫേമസ് ആണ്. എന്തുകൊണ്ടാണ് അത് ഫേമസ് ആയത്? അതിൻ്റെ രചനാരീതിയിൽ, രചനാഭാവത്തിൽ ലാലിത്യമുണ്ട്. പിന്നെ അർത്ഥപുഷ്ടി, ഒരുപാട് മീനിങ് ഉള്ള, അർത്ഥമുള്ള ഒരു ബുക്കാണ്, ഒരു കൃതിയാണ് സൗന്ദരനന്ദം. അതുകൊണ്ട് ആ പുസ്തകം വളരെ പ്രശസ്തമായി. കാവ്യമിതം വിദേശേഷു അപ്പി ഭാഷാന്തരീകൃത്യ പ്രചലിതമസ്തി. ഈ കാവ്യം, നമ്മുടെ ഈ സൗന്ദരനന്ദം വിദേശ ഭാഷകളിലേക്ക്, ഫോറിൻ ലാംഗ്വേജസിലേക്ക് ഭാഷാന്തരങ്ങൾ ചെയ്ത് പ്രചാരത്തിലുണ്ട്. ട്രാൻസ്ലേഷൻ ചെയ്തിട്ടും ഫേമസ് ആയിട്ടുണ്ട്. അവിടെ അത് വളരെയധികം പ്രചരിച്ചിട്ടുണ്ട്.
ബുദ്ധധർമ്മപ്രചാരണായ വിരചിതേസ്മിൻ മഹാകാവ്യേ അഷ്ടാദശ സർഗാഹ സന്ധി. അപ്പോൾ ബുദ്ധധർമ്മം അല്ലേ, ശ്രീബുദ്ധൻ നിങ്ങൾക്കറിയാം, ബുദ്ധിസം. അപ്പോൾ ശ്രീബുദ്ധൻ്റെ ബുദ്ധധർമ്മത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ മഹാകാവ്യം. അശ്വഘോഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ബുദ്ധൻ്റെ അനുയായിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ സൗന്ദര്യനന്ദം എന്ന് പറയുന്ന പുസ്തകം അശ്വഘോഷൻ എഴുതിയത് ബുദ്ധചരിതമാണ്. ബുദ്ധധർമ്മത്തിൻ്റെ പ്രചാരണത്തിനാണ് ഈ മഹാകാവ്യം എഴുതിയത്. ഇതിൽ 18 അഷ്ടാദശ സർഗങ്ങളുണ്ട്. 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഷ്ടാദശ. 18ൻ്റെ വേറെ പ്രത്യേകത എന്താണ്? ശബരിമലയിൽ 18 പടിയുണ്ട്, നമുക്ക് 18 പുരാണങ്ങളുണ്ട്. മഹാഭാരതത്തിലോ 18 ദിവസം അല്ലേ യുദ്ധം. അപ്പോൾ നിങ്ങൾ നോക്കുക, 18 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. അഷ്ടാദശ പുരാണങ്ങളിൽ 18 പുരാണങ്ങളിൽ വ്യാസസ്യ വചനദ്വയം, വ്യാസൻ 2 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പരോപകാര പുണ്യായ, പരനെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യമാണ്. പാപായ പരപീഡനം, പരനെ പീഡിപ്പിക്കുക, മറ്റുള്ളവനെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് പാപവുമാണ്. അപ്പോൾ 18 പുരാണങ്ങളും പഠിച്ചില്ലെങ്കിലും ഈ ഒരു സെൻറ്റൻസ് പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ 18 സർഗങ്ങളാണ് സൗന്ദര്യനന്ദത്തിലുള്ളത്. സൗന്ദര്യനന്ദം എഴുതിയത് ആരാണ്? വ്യാസനല്ല, അശ്വഘോഷൻ. അദ്ദേഹം ബുദ്ധ ഭിക്ഷു അല്ലേ. മനസ്സിൻ്റെ നിയന്ത്രണത്തിൻ്റെ മനസ്സംയമനസ്യ ആവശ്യകതാം അധികൃത്യ ബഹവഃ ഉപദേശാഃ വിദ്യന്തെ. മനസ്സിൻ്റെ നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് നിരവധി ഉപദേശങ്ങൾ കാണാൻ പറ്റും. തത്ര സ്ഥാന കാംശ്ചന ശ്ലോകാൻ പഠാമഹ. അവയിൽ നിന്ന് കുറേ ശ്ലോകങ്ങൾ നമുക്കിവിടെ വായിക്കാം, പഠിക്കാം. നിശ്രേയസദ്യോതകഃ ഹിതകരോപി ഉപദേശഃ ശ്രവണസമയേ ശ്രോതൃഷു അപ്രിയത്വം ജനയതി ഇതി ദൃഷ്ടാന്തേന കഥയതി. എന്താണ് പറയുന്നത്? നിശ്രേയസദ്യോതകഃ, നിശ്രേയസ് അതായത് നിശ്രേയസ് ഉണ്ടാക്കുന്ന, ശ്രേയസിന് ഉണ്ടാക്കാത്ത നിശ്രേയസ് ഉണ്ടാക്കുന്നതും ഹിതകരോപി ഉപദേശഃ. നിശ്രേയസദ്യോതകഃ ഹിതകരോപി ഉപദേശഃ ശ്രവണസമയ ശ്രോതൃഷു അപ്രിയത്വം. അപ്പോൾ കേൾക്കുമ്പോൾ രോഗിക്ക് രോഗി എന്ന് പറഞ്ഞാൽ ഇവിടെ രോഗമുള്ള ആൾ, രോഗിക്ക് അത്യന്തം നമ്മൾ ഇവിടെ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ആ ശ്ലോകത്തിലേക്ക് സൗന്ദര്യനന്ദത്തിലെ ശ്ലോകം അല്ലേ, സൗന്ദര്യനന്ദത്തിലെ ശ്ലോകമാണ്. അപ്പം ഈ ശ്ലോകത്തിൽ രോഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ആദ്യം പറയുന്നത്? നമുക്ക് ഒരു ഗുണം ഇല്ലയെന്ന് തോന്നിയാലും ഉപദേശങ്ങൾ ശ്രവണസമയെ, ഇവിടെ നോക്കണേ, ശ്രവണസമയെ കേൾക്കുന്ന സമയത്ത് ശ്രോതൃഷു അപ്രിയത്വം, കേൾക്കാൻ വലിയ സുഖമില്ല, അപ്രിയം, ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും അത് നമുക്ക് ഹിതകരമാണ്, ഗുണം ഉണ്ടാക്കുന്നതാണെന്ന് ദൃഷ്ടാന്തേന കഥയതി. ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. അതായത് ഒന്നുമില്ല, ഉപദേശം ആർക്കും ഇഷ്ടമല്ലല്ലോ അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളെ ഉപദേശിച്ചാൽ നിങ്ങൾ നാളെ തൊട്ട് എന്നെ എന്ത് വിളിക്കും? ഉപദേശി മാഷ് വരുന്നുണ്ട്, ഉപദേശി സാറ്, സംസ്കൃതത്തിൻ്റെ സാറ് വെറും ഉപദേശി സാറാണല്ലേ. അപ്പോൾ ഉപദേശിക്കുന്ന ആൾ ആർക്കും ഇഷ്ടമല്ല, കുട്ടികൾക്ക് ഇഷ്ടമല്ല. മക്കളെ പഠിച്ചാലേ അങ്ങനെ ആവുള്ളൂ, ഇങ്ങനെ ആവുള്ളൂ, ജോലി കിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്നെ ഉപദേശി എന്ന് വിളിക്കും. അപ്പോൾ ഉപദേശം ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. അതാണ് ശ്രോതൃഷു അപ്രിയത്വം ജനയതി. കേൾക്കുമ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്ത് ഉപദേശം. എന്നാലും അത് നിങ്ങൾക്ക് ഹിതകരമാണ്. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അല്ലേ. നെല്ലിക്ക, മൂത്തവർമാക്ക് മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഉപദേശം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വന്നാലും ഇയാൾ തുടങ്ങിയ എന്ന് തോന്നിയാലും ഭാവിയിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. അതാണ് ഉപദേശത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ രോഗിയും വൈദ്യനും തമ്മിലുള്ളൊരു സന്ദർഭമാണ് പറയുന്നത്. അനിഷ്ടമപ്യൗഷധമാതുരായ ദദാതി വൈദ്യശ്ച യഥാ നിഗൃഹ്യ തദ്വന്മയോക്തം പ്രതികൂലമേതത്തുഭ്യം ഹിതോദർക്കമനുഗ്രഹായ. എന്താ പറയുന്നത്? അനിഷ്ടമപ്യൗഷധം ആതുരായ. അനിഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല. അപ്പോൾ യഥാ ഏന പ്രകാരേണ, എങ്ങനെയാണോ വൈദ്യൻ ചികിത്സിക്കുന്ന ആൾ, ഡോക്ടർ എങ്ങനെയാണോ, വൈദ്യൻ എങ്ങനെയാണോ ആതുരായ രോഗിക്ക് വേണ്ടിയിട്ട്, എങ്ങനെയാണോ വൈദ്യൻ എന്ന് വെച്ചാൽ ഡോക്ടർ, ചികിത്സകൻ രോഗിക്ക് വേണ്ടിയിട്ട് അനിഷ്ടമപി, രോഗിക്ക് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അപ്രിയമാണെങ്കിലും ഒട്ടും മധുരമില്ലെങ്കിലും ടോണിക്ക് അല്ലെങ്കിൽ കഷായം എങ്ങനെയാണോ വൈദ്യൻ രോഗിയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വേദന എടുക്കുന്നു പറഞ്ഞിട്ട് കരയുമ്പോൾ എങ്ങനെയാണോ ഇഞ്ചക്ഷൻ വെക്കുന്നത്, അതുപോലെ ഔഷധം ഭേഷജം മരുന്ന് നിഗൃഹ്യ ബലാത്കാരേണ, ബലം പ്രയോഗിച്ച്, പവർ ഉപയോഗിച്ചിട്ട് ദദാതി പ്രയച്ഛതി കൊടുക്കുന്നു അല്ലേ. അപ്പം വൈദ്യൻ രോഗിക്ക് അത്യന്തം അനുകൂലമല്ലാഞ്ഞിട്ടും ഒരു ഔഷധം വൈദ്യൻ നൽകുന്നു, അത് വളരെ ബലം പ്രയോഗിച്ച് നൽകുന്നു എന്നേ ഉള്ളൂ. അതുപോലെ മയോക്തം എന്താണ്? തദ്വത്. അതുപോലെ മയാ യദുക്തം മയാ അത്ര ഉപദേശകനീതി ആശയക. ഈ ഒരു ഉപദേശം ഞാൻ പറഞ്ഞ അല്ലെ, നമ്മളോട് പറയാണ്, കവി നമ്മളോട് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഉപദേശം ഏത് ഉപദേശരൂപേണ കഥിതം ഏതത് സഹ ഉപദേശം, ഈ ഉപദേശം നിനക്ക് പ്രതികൂലം ഭവതി എന്ന് പറഞ്ഞാൽ നീ കേൾക്കുമ്പോൾ നിനക്ക് പ്രതികൂലമായിട്ട്
നിങ്ങൾക്ക് ഒരു യൂസും ഇല്ലാത്ത പോലെ തോന്നും. എന്ന് വെച്ചാൽ കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല, ഇയാളെന്താ എന്നോട് ഇങ്ങനത്തെ വർത്താനം പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ. പക്ഷേ പ്രതികൂലമാണെങ്കിലും കേൾക്കാൻ സുഖമില്ലാത്തതാണെങ്കിലും ശ്രവണ സുഖം ന ജനേതി ആണെങ്കിലും തുഭ്യം ഭവതേ സഹ ഉപദേശ, നിനക്ക് ആ ഉപദേശം ഹിതോദർക്കം ഭാവിനി ഹിതകരഃ യഥാ. ഹിതോദർക്കം എന്ന് പറഞ്ഞാൽ ഉദർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദർക്കഃ ഫലം ഉത്തരം ഇത്യാമരഃ, അത് നിനക്ക് പിന്നീട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഉദർക്കൈ ഹിതം, പിന്നീട് ഹിതം ഉണ്ടാക്കുന്നത്, നിനക്ക് ഭാവിയിൽ നല്ലതുണ്ടാക്കുന്നതാണ് ഹിതർക്കം. അനുഗ്രഹായച്ച ഭവതി, നിനക്കത് അനിഷ്ട നിവാരക അഭീഷ്ടദായകച്ച ഭവതി, നിനക്കത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ എൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ സുഖമില്ലെങ്കിലും, ചൊറിഞ്ഞു വന്നാലും ദേഷ്യം വന്നാലും നീ എന്നെ ചീത്ത വിളിച്ചാലും ഉപദേശം എന്ന് വിളിച്ചാലും എന്ത് തോന്നിയാലും ശരി, ഭാവിയിൽ നിനക്കത് ഹിതം ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഉപദേശം നിനക്ക് പ്രതികൂലമായതിനാണ്, ഇത് നന്നല്ല, ഹിതം കൂടില്ല എന്നൊന്നും നീ കരുതരുത്. കേൾക്കാൻ സുഖമില്ലെങ്കിലും ഭാവിയിൽ ഇതിൻ്റെ ഫലം നിനക്ക് ഉണ്ടാവും. അപ്യൗഷധം എന്നുള്ളത് മുറിക്കുമ്പോൾ അപ്പി പ്ലസ് ഔഷധം, അപ്പി പ്ലസ് ഔഷധമാണ് അപ്യൗഷധം. അപ്യൗഷധം, അപ്പി പ്ലസ് ഔഷധം. വൈദ്യശ്ച, വൈദ്യ പ്ലസ് ച വൈദ്യശ്ച. പിന്നെയോ തദ്വന്മയോക്തം, തദ്വത്ത് പ്ലസ് മയ പ്ലസ് ഉക്തം, തദ്വന്മയോക്തം. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ വൈദ്യൻ ആതുരായ രോഗിക്ക് അപ്രീതികരമായ ഇഷ്ടമല്ലാത്ത മരുന്ന് ബലം പ്രയോഗിച്ച് കൊടുക്കുമ്പോൾ ശ്ലോകം എന്താ പറയുന്നത്? ചിലപ്പോൾ വൈദ്യൻ രോഗിക്ക് ആഗ്രഹിക്കാത്ത ഹാനികരമായ അസ്വസ്ഥമായ ഒരു ഔഷധം നൽകും. വൈദ്യൻ്റെ കർശനമായ സ്വഭാവം മൂലമാണ് രോഗി അതിനെ സ്വീകരിക്കാൻ മടിച്ചാലും ക്രമേണ രോഗിക്ക് അത് നൽകപ്പെടാറുണ്ട്. വ്യക്തിപരമായ അനുഭവം പറഞ്ഞുകൊണ്ട് കർത്താവ്, നമ്മുടെ കവി പറയുന്നു, ഇത് എനിക്ക് പ്രതികൂലമാണ്, അതായത് ഇത് നന്നല്ല, കാര്യമില്ല എന്ന് പറയരുത്, അത് ഹിതകരമായിട്ടില്ലെന്നാണ് ശ്ലോകത്തിൻ്റെ പരാമർശം. അപ്പം ഭാവിയിൽ അത് ഹിതകരമാകും. നീ ഇങ്ങനെ പറഞ്ഞാൽ നിനക്കത് നല്ലതിനല്ല, അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് എന്നാണ് പറയുന്നത്. റെഡി? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. രോഗി അപ്രിയം പ്രകടയന്നപി രോഗശമനൌഷധം ചികിത്സക ബലേനതം പായേതി. രോഗി നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പോലും, അപ്രിയം കാണിച്ചാൽ പോലും, ഇഷ്ടക്കേട് കാണിച്ചാൽ പോലും രോഗശമനൌഷധം മരുന്ന് ചികിത്സക ഡോക്ടർ ബലേനതം പായേതി, ബലം പ്രയോഗിച്ച് കുടിപ്പിക്കുന്നു. തഥാ അതുപോലെ മമ ഉപദേശവാക്യാനി ഭവത്തെ ഇതാനീം ശ്രവണപരുഷാണ്യപി പശ്ചാത് ഹിതകരാണി അനുഗ്രഹപ്രദായകാനി ച ഭവിഷ്യന്തി. എൻ്റെ ഉപദേശങ്ങൾ നിനക്കിപ്പോൾ കേൾക്കുമ്പോൾ കല്ല് കടിച്ചാലും അല്ലെ പരുഷം നിനക്ക് കല്ല് കേൾക്കുമ്പോൾ സുഖം തോന്നിയില്ലെങ്കിലും പശ്ചാത്ത് ശേഷം ഭാവിയിൽ ഹിതകരാണി അനുഗ്രഹപ്രദായകമായിരിക്കും, നിനക്ക് ഗുണകരമായിരിക്കും. ദദാതി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു, പ്രയച്ഛതി എന്ന് പറഞ്ഞാൽ കൈമാറുന്നു. അപ്പം അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് മയ എന്നാൽ എൻ്റെ വഴി. ഏതുക്തം ഞാൻ പറഞ്ഞു, ഞാൻ ഉപദേശവാക്ക് മയ അത്ര ഉപദേശകനതി ആശയ. മയ എന്ന് പറഞ്ഞാൽ ഉപദേശം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ. ഏതത് ഇത് പ്രതികൂലം ഭവതി, പ്രതികൂലം അനുയോജ്യമല്ല, ഇഷ്ടമല്ല. ഏത് ഉപദേശന കഥിതം, ഉപദേശ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള ഇത് സഹ ഉപദേശ, ആ ഉപദേശം തുഭ്യം ഭവതേ സഹ ഉപദേശം, നിനക്ക് ഉപദേശിച്ചിരിക്കുന്നതാണ് ആ ഉപദേശം. ശ്രവണ സുഖം ന ജാനയതി, കേൾക്കുമ്പോൾ സന്തോഷമോ ആനന്ദമോ നിനക്ക് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. അത് പിന്നീട് നിനക്ക് ഹിതോദർക്കമായിരിക്കും, പിന്നീട് നിനക്ക് ഉപകാരമായ ഫലം നൽകുന്നതാണ്. അനുഗ്രഹായച്ച ഭവതി, നിനക്ക് അനുഗ്രഹവും നൽകുന്നതാണ്. കൃപയും നല്ല ഫലവും ലഭിക്കുവാൻ അത് കാരണമാകും. ഭാവാർത്ഥം നോക്കുക. അതുപോലെ തന്നെ ഭാവിയിൽ ഉപകാരപ്രദമായ ഉത്തമ ഫലമുള്ള ദുശീലങ്ങൾ മാറ്റുകയും ദോഷം ഒഴിവാക്കുകയും ചെയ്യുന്ന ഉപദേശം ആദ്യം അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോഴും അത് അവസാനം നന്മ നൽകും. ഒരു രോഗി അസുഖകരമായ രുചിയുള്ള കടുവായ കയ്പുള്ള അല്ലേ കയ്പുള്ള മരുന്ന് കുടിക്കാൻ താല്പര്യമില്ലാത്തപ്പോഴും വൈദ്യനത് ബലമായി കുടിപ്പിക്കും. കാരണം രോഗശാന്തിക്കായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഉപദേശവാക്യങ്ങൾ ഇപ്പോൾ നിനക്ക് അസുഖകരമായും കേൾക്കാൻ കഠിനമായും തോന്നിയാലും അവ ഭാവിയിൽ ഹിതകരവുമായും കൃപയും ഗുണഫലവും നൽകുന്നതുമായിരിക്കും. ഉദർക്ക ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ ലഭിക്കുന്ന ഫലം തുടർന്ന് സംഭവിക്കുക എന്നുള്ള മീനിങ്ങിലാണ്. അതാണ് ആ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ നോക്കുക. ആയുരാരോഗ്യ മൃത്യുരൂപാഹ ത്രിദോഷാഹ യാവത് ന ബാധന്തെ തസ്മാത് പൂർവം ശ്രേയസ്കരാണി കാര്യാണി കരണീയാനി ഇത്യുപദിശതി. 3 കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രേയസ്കരങ്ങളായ ചില കാര്യങ്ങൾ ചെയ്യണം. ഏതൊക്കെയാണ്? ആയുരാരോഗ്യ മൃത്യുരൂപാഹ ത്രിദോഷാഹ. ആയുരാരോഗ്യ മൃത്യുരൂപാഹ ത്രിദോഷാഹ യാവത്. ജീവിതത്തിൽ നമ്മൾ മരണം വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത്, അതായത് യോഗം അഭ്യസിക്കാൻ കഴിവുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലേ? നമുക്ക് വാതപിത്ത കഫം എന്ന് പറയുന്ന 3 ദോഷങ്ങളും മൃത്യുരൂപം മരണം ഇതൊക്കെ നമ്മളെ തേടിയെത്തുന്ന ആ സമയത്തിന് മുമ്പ് തന്നെ, വാദവും പിത്തവും കഫവും ഒന്നും വരാത്ത സമയം, നമ്മൾ വളരെ ചുറുചുറുക്കോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചുക്കിച്ചുളിയും, വീണ വേഗം എല്ല് പൊട്ടും, നടക്കുമ്പോൾ നടുവേദന വരും,
മുട്ടുവേദന വരും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറില്ലേ 90s വസന്തങ്ങളുടെ റീൽസ് അല്ലേ? എനിക്കൊക്കെ ഇപ്പോഴേ മുട്ടുവേദന വന്ന്. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രേയസ്കരങ്ങളായ നല്ല കാര്യങ്ങൾ ചെയ്യണം. തദ്യാവദേവ ക്ഷണസന്നിപാതോ ന മൃത്യുരാഗച്ഛതി യാവദേവ യാവദ്വയോ യോഗവിധൗ സമർത്ഥം ബുദ്ധിം കുരു ശ്രേയസി താവദേവ. എന്താ പറയുന്നത്? നോക്കുക. തത് യാവദേവ അതഹ യസ്മിൻ ഏവ കാലേ, അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ, ഈ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ക്ഷണസന്നിപാത കതിപയ മുഹൂർത്താനാം സമാഹാരരൂപ ആയുഹു സ്ഥാസ്യതി ഇതി ശേഷഃ. ക്ഷണസന്നിപാതമായിട്ടിരിക്കുന്ന യാവദേവ മൃത്യുഹു യസ്മിൻ ഏവ കാലേ മരണം ന ആഗച്ഛതി ന പ്രാപ്നോതി, ഏതൊരു സമയത്താണോ മരണം വരാത്തത്, ഇനിയും കാലമുണ്ട് എന്ന ചിന്തയോടെ നമ്മൾ ജീവിക്കുന്ന, മരണം വരാത്ത ആ ഒരു സമയത്ത്, യാവദ്വയഃ യഹ ബാല്യാദേഹ കാലഃ, കുട്ടിക്കാലം ബാല്യകാലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യോഗവിദൗഹു സമർത്ഥ, യോഗാഭ്യാസം കർത്തും സമർത്ഥ ഭവതി, യോഗ പഠിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ യോഗ പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. താവദേവ തസ്മിനേവ കാലേ ശ്രേയാംസി, ആ ഒരു സമയത്ത് തന്നെ. യോഗ പഠിക്കാൻ ഏത് പ്രായത്തിലാണോ നമുക്ക് പറ്റുക? വയസ്സാം കാലത്ത് എല്ലും കയ്യും കാലൊന്നും വളയില്ല. അപ്പോൾ നമ്മൾ കയ്യും കാലൊക്കെ വളയുന്നത് ചെറിയ പ്രായത്തിലാണ്. ആ പ്രായത്തിൽ തന്നെ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യണം. യോഗ പഠിക്കുന്ന അതേ പ്രായത്തിൽ, യോഗം ചെയ്യുന്ന അതേ പ്രായത്തിൽ തന്നെ നമ്മൾ ശ്രേയാംസി ശ്രേയസ്കരാണി കർമാണി വൃത്തി ബുദ്ധിം കുരു സ്വമതിം യോജയതു, നമ്മൾ ബുദ്ധി എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ശ്രേയസ്കരമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പോൾ യാവത് കാലപര്യന്തം അനേക ക്ഷണാനാം സമാഹാര രൂപം ആയുഹു തിഷ്ഠന്തി, എത്ര കാലം? ക്ഷണസന്നിപാതം, ഈ നിമിഷങ്ങളെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തൊരു മുഹൂർത്തമാക്കിയിട്ട് സമാഹരിച്ച് കളക്ട് ചെയ്തിട്ടൊരു സമയം നമുക്ക് തരുന്നുണ്ട് അല്ലേ? നമുക്ക് ലൈഫിൽ ആരോഗ്യമുള്ള കുറേ നാളുകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? അല്ലേ? നമ്മൾ എത്ര ആരോഗ്യത്തോടെയാണ് കുറേ വർഷങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ആരോഗ്യമുള്ള ആ ഒരു ലൈഫിൽ നമ്മൾ ജീവിതം തുടങ്ങിയ സമയത്ത്, ബാല്യകൗമാര സമയത്ത് തന്നെ യാവദേവ മൃത്യുഹു ന ആഗച്ഛതി, എത്ര നാൾ വരെ മരണം വരുന്നില്ല ആ നിമിഷം വരെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ എന്ത് ചെയ്യണം? യാവത് കാലം യോഗാഭ്യാസം കർത്തും ശരീരഃ സമർത്ഥഃ ഭവതി, എത്ര കാലം യോഗാഭ്യാസങ്ങൾ ചെയ്യാൻ ശരീരം റെഡി ആയിട്ടിരിക്കുന്നോ. ചിലപ്പോൾ വയസ്സായ സമയത്ത് നമുക്ക് യോഗ ചെയ്യാനൊക്കെ പറ്റും എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം? തസ്മിന്നേവ കാലേ ശ്രേയസ്കരാണി കർമാണി കർത്തും ബുദ്ധിം കരോതു, ശ്രേയസ്കരമായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ബുദ്ധിയെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാവുന്നത് വരെ നല്ലതേ ചെയ്യാവൂ. ശ്രേയസ്കരമായ കാര്യങ്ങൾ, നല്ല ശ്രേയസ്സും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നിമിഷങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലേ? ശരീരവും ആയുസ്സും എല്ലാം അനിശ്ചിതമായിട്ടിരിക്കുന്ന കാലമാണ് ജീവിതം. നമുക്കറിയില്ല എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകുക എന്ന്. അതിനാൽ പിന്നീട് ചെയ്യാം, ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നാളത്തേക്കൊന്നും മാറ്റി വെക്കരുത്. ഇനിയും വയസ്സ് ബാക്കി എന്ന ചിന്ത വെറുതെയാണ്. ശരീരം ഒന്നുമല്ല, അത് ക്ഷണത്തിൽ തന്നെ നശിച്ചു പോകുന്ന ഒന്നാണ് എന്നൊരു മീനിങ് കൂടി വേണമെങ്കിൽ എടുക്കാം അല്ലേ? അപ്പോൾ ബോഡി പെട്ടെന്ന് ഏത് നിമിഷം തട്ടിപ്പോകും. അപ്പോൾ മരിക്കുന്ന ലാസ്റ്റ് മിനിറ്റ് വരെയും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നല്ലത് ചെയ്യാം. ഒന്നും നാളേക്ക് വെക്കരുത്. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോഴേ. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യണം. കൽ കറൈസോ ആജ് കർ, ആജ് കറൈസോ അബ് അല്ലേ? നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ മരണം എത്താത്തത്ര കാലം, ജീവിതം നിലനിൽക്കുന്ന അത്രയും കാലം, ശരീരം യോഗാഭ്യാസത്തിന് ശേഷിയുള്ള അത്രയും കാലം, ആ സമയത്ത് തന്നെ ശ്രേയസ്സായ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ബുദ്ധിയെ നമ്മൾ നിയോഗിക്കണം. അടുത്തത് നോക്കുക, മൂന്നാമത്തത്. അതിനു മുമ്പ് ഇവിടെ പദച്ഛേദം നമ്മൾ പറഞ്ഞില്ല. പദച്ഛേദം തദ്യാവദേവ, തത് പ്ലസ് യാവത്ത് പ്ലസ് ഏവയാണ് തദ്യാവദേവ. ക്ഷണസന്നിപാത്തോന, ക്ഷണസന്നിപാതഃ പ്ലസ് ന, താവദേവ, താവത് പ്ലസ് ഏവ, മൃത്യുരാഗച്ഛതി, മൃത്യുഹു പ്ലസ് ആഗച്ഛതി, യാവത് വയോ യോഗവിധൗ, യാവത് പ്ലസ് വയഃ പ്ലസ് യോഗവിധൗ. പദച്ഛേദമാണ്. മൂന്നാമത്തത് ഒന്ന് വായിക്കൂ. ഞാൻ വെള്ളം കുടിക്കട്ടെ. അപ്പോൾ മക്കളെ ഉറങ്ങിയോ? നമുക്ക് മൂന്നാമത്തേലേക്ക് പോയാലോ. ശരീരം സർവഥാ അനിത്യം ഭവതി. നമ്മുടെ ശരീരം, ഈ ബോഡി എപ്പോഴും ടെമ്പററി ആണ്, അനിത്യമാണ് അല്ലേ? പെർമനൻ്റ് ആയിട്ടൊന്നുമില്ലല്ലോ, ബോഡി പെർമനൻ്റ് അല്ല. അതഃ സ്വകീയേ ബലവിഷയേ അഹങ്കാരഃ ന കാര്യഃ. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എനിക്ക് മസിലുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് വേണമെങ്കിൽ എല്ലാവരും തല്ലാനും കൊല്ലാനും പറ്റും എന്ന് സ്വന്തം ബലവിഷയത്തിൽ, സ്വന്തം ശരീരത്തിൻ്റെ പവറിൽ അഹങ്കരിക്കാൻ പാടില്ല. ഈ ബോഡി എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോവാം അല്ലേ? ജിമ്മിൽ തന്നെ ആൾക്കാർ വീണ് മരിച്ചു പോവാണ്. അപ്പോൾ സ്വന്തം ശരീരം അടിപൊളിയാണെന്ന് കരുതി ആരും അഹങ്കരിക്കേണ്ട അല്ലേ? പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരലേ എന്ന് പറഞ്ഞ പോലെ. സൗന്ദര്യത്തിൻ്റെ കാര്യം എന്നല്ല, ഇവിടെ ബലം, പവർഫുള്ളാണ് എൻ്റെ ബോഡി എന്ന് വിചാരിച്ച് ആരും അഹങ്കരിക്കാൻ പാടില്ല. ഇത് ടെമ്പററിയാണ്, ഏത് നിമിഷവും എന്താ പറയുക തട്ടിപ്പോകാവുന്ന ബോഡിയാണ് നമ്മുടെ ബോഡി.
യഥാന്നപാനാസനയാന കർമ്മണ യഥാന്നപാനാസനയാന കർമ്മണാം സേവനാദപ്യതിസേവനാദപി ശരീരമാപന്ന വിപത്തി ദൃശ്യത്തെ ബലേഭിമാനസ്തവ കേന ഹേതുന. എന്താണ് പറയുന്നത്? യഥാന്നപാനാസനയാന കർമ്മണാം എന്ന് പറഞ്ഞാൽ യഥാ അന്നപാനാസനയാന കർമ്മണം അന്നപാനാസനയാന കർമ്മണം. അന്നപാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഭോജനം കഴിക്കുക. അന്നപാനം എന്ന് പറഞ്ഞാൽ കുടിക്കുക, വെള്ളം കുടിക്കുക. അന്നപാനസ്യ ആസന യാന കർമ്മണം ഉപവേശനസ്യ ആസന ഉപവിഷ്ട അല്ലെ ഉപവേശന യാനസ്യ യസ്മിൻ കാലേ യഥാ അന്നപാനാസനയാന കർമ്മണം അസേവനാത് അപി അനുപയോഗേന തഥാ അപി എന്താ പറയുന്നത്? എത്ര യസ്മിൻ കാലേ യഥാ അന്ന നമുക്ക് ഭോജനം കഴിക്കുക, ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഉപവിശനം ഇരിക്കാനും യാനം സഞ്ചരിക്കുക നടക്കുക. അപ്പോൾ കഴിക്കാനും കുടിക്കാനും ഇരിക്കാനും നടക്കാനും ഭക്ഷണം പാനം വ്യായാമം വിശ്രമം എന്നിവയുടെ അഭാവം കൊണ്ടും അല്ലെങ്കിൽ അവയുടെ അധിക ഉപയോഗം കൊണ്ടും എവിടെ ഭാവാർത്ഥം എവിടെ? അന്നപാനാദീനാം വ്യായാമ വിശ്രമാദീനാം ച അഭാവേനാപി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അന്നമൊന്നും കഴിക്കുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അതുപോലെ വെള്ളമൊന്നും കുടിക്കുന്നില്ല, വ്യായാമമൊന്നും ചെയ്യുന്നില്ല, വിശ്രമമൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ ഇതിൻ്റെയൊക്കെ അഭാവത്തിലിരുന്നാലും അതേപോലെ ഡെയിലി 8 നേരം ഭക്ഷണം കഴിക്കുക, 25 നേരം വെള്ളം കുടിക്കുക, ഫുൾ ടൈം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, ഫുൾ ടൈം കിടന്നുറങ്ങുക അല്ലേ? അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിച്ചാലും പ്രശ്നമാണ്, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. എപ്പോഴും വെള്ളം കുടിച്ചാലും പ്രശ്നമാണ്, വെള്ളം കുടിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. എപ്പോഴും എക്സസൈസ് ചെയ്താലും ചത്തുവും, എക്സസൈസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. എപ്പോഴും റെസ്റ്റ് എടുത്താലും ചത്തുവും, റെസ്റ്റ് എടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അന്നപാനാദീനാം വ്യായാമ വിശ്രമാദീനാം ച അഭാവേനാപി തഥാ ഇതൊക്കെ ഇല്ലെങ്കിലും തേജാം അമിത ഉപയോഗമാണ്. ഇതൊക്കെ അമിതമായി ഉപയോഗിച്ചാലും ശരീരം നാശം പ്രാപ്നോതി, ശരീരം നശിക്കും. അതിസേവനം എന്ന് പറഞ്ഞാൽ അമിത ഉപയോഗം. അപ്പം എന്താണ് പറയുന്നത്? ഏതാന്നപാനാസനയാന കർമ്മണ നമ്മൾ ആസനങ്ങൾ ഈ പറയുന്ന വ്യായാമ കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും അതുപോലെ വിശ്രമം പിന്നെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഈ സാധനങ്ങൾ അസേവനാദപി അതിസേവനം അത് ഇല്ലെങ്കിലും അത് അധികമായാലും ശരീരമാപന്ന വിപത്തി ദൃശ്യത ശരീരം നശിച്ചു പോകും, വിപത്തി ഇല്ല നാശത്തിലേക്ക് പോകും. ബലേഭി മാനസ്തവ കേന ഹേതുന. അതുകൊണ്ട് ബലേഭി മാനസ്തവ ബലേ അഭിമാന തവ അസേവനാദപ്പി അതിസേവനാദപി അസേവനാദ പ്ലസ് അപി അതിസേവനാദ പ്ലസ് അപി. അപ്പോൾ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും റെസ്റ്റ് എടുത്താലും റെസ്റ്റ് എടുത്തില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിലും ഇത് രണ്ട് ചെയ്താലും ഇത് കൂടുതൽ ചെയ്താലും കുറച്ച് ചെയ്താലും ശരീരത്തിന് പ്രശ്നമാണ് അല്ലേ? ഈ ജിമ്മിൽ പോകുന്നവർ 2 ദിവസം പോയിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ 3 ദിവസം പോയിട്ട് 1 ദിവസം റെസ്റ്റ് എടുക്കും. എല്ലാ പൈസ കൊടുത്താലേ പാക്കേജ് ഫുള്ള് 6000 10,000 കൊടുത്താലേ എന്നിട്ട് ഡെയിലി ജിമ്മിൽ പോകാൻ പറ്റുമോ? ഇല്ല, ബോഡിക്ക് റെസ്റ്റും വേണം അല്ലേ? അപ്പോൾ അതിസേവനാതപി അത്യധികമായി ഉപയോഗിച്ചാലും ശരീരം അമിതോപയോഗനാപി അളവില്ലാതെ ഉപയോഗിച്ചാലും ആപന്ന വിപത്തി ദുരവസ്ഥയിൽ പെടുന്നു, കഷ്ടമാവുന്നു. ആത്മനഃ ദേഹം സ്വന്തമായ ശരീരം ദൃശ്യതയെ കാണപ്പെടുന്നു. ആസന്ന നാശമിതി നശിക്കുവാൻ സമീപിച്ചിരിക്കുന്നു എന്ന് ദൃഷ്ടും ശക്യത കാണാൻ പറ്റും. തവ കേന ഹേതുന ഭവതഃ കേന കാരണന. എന്നാൽ എന്തുകൊണ്ട്, ഏത് കാരണത്താൽ ബലേ അഭിമാനഃ ഭവതി ശക്തിയിൽ അഭിമാനം എന്തിനാണ്? അപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ പവറിനെ കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നത്, സ്വന്തം ബലത്തിൽ അഹങ്കാരം എന്തിനാണ്? അപ്പോൾ ഭക്ഷണം പാനം വ്യായാമം വിശ്രമം എന്നിവയുടെ അഭാവം കൊണ്ടും അതില്ലെങ്കിലും അല്ലെങ്കിൽ അവയുടെ അമിതമായ അധികമായ ഉപയോഗം കൊണ്ടും ശരീരം ദുർബലമായി രോഗത്തിലും നാശത്തിലും എത്തുന്നു. ഇങ്ങനെ നശിക്കാൻ തുണയോടെ നിൽക്കുന്ന ഈ ശരീരത്തെക്കുറിച്ച് മനുഷ്യൻ എന്തിനാണ് ബലം സംബന്ധിച്ച് അഹങ്കാരം പ്രകടിപ്പിക്കുന്നത്? ഇങ്ങനെ നശിക്കാൻ വേണ്ടി പോകുന്ന അല്ലേ? മുടി കൊഴിയുന്നു, മെലിയുന്നു, നഖം മുറിഞ്ഞു പോകുന്നു, പിന്നെ എവിടെയെങ്കിലും കാലം തട്ടിയാൽ ബ്ലഡ് വരുന്നു, അവിടെ മുറിവുണ്ടാവുന്നു. ഇങ്ങനെ എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്ന വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെക്കുറിച്ച് എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് അല്ലേ? നമ്മൾ ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മളിതാ ചാവാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഭക്ഷണം പാനം ഇരിപ്പ് യാത്ര എന്നിവ ഒട്ടും ചെയ്യാത്തതിനാലോ അല്ലെങ്കിൽ അധികം ചെയ്തതിനാലോ ശരീരത്തിന് യോഗം വരുന്നത് നാം കാണുമ്പോൾ അതിന് ശേഷവും ശരീരബലം സംബന്ധമായ അഹങ്കാരം എന്തിനല്ലേ? നമ്മൾ വിചാരിക്കുന്നത് എപ്പോൾ ഓൻ വീട്ടിൽ നിന്ന് പുറത്തിയലേ ഇല്ല, ഓൻ ഇൻവേർട്ടറാണ് അല്ല ഇൻട്രോവേർട്ടാണ്, ഓൻ 24 മണിക്കൂറും വീട്ടിൽ തന്നെയാണ്, പുറത്തിറങ്ങലേ ഇല്ല. എന്നാൽ പിന്നെ 24 മണിക്കൂറും പുറത്തിറങ്ങി എപ്പോഴും ടൂർ പോയാലോ അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ഊട്ടിക്ക് പോയിരിക്കും. അപ്പോൾ എപ്പോഴും ഊട്ടിക്ക് പോയിക്കൊണ്ട് നമ്മളെന്താ പറയുക, ഓൻ വീട്ടിൽ കയറലേ ഇല്ല, ഓൻ എപ്പോഴും കറക്കം തന്നെ. കുറേ തലതെറിച്ച ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ എപ്പോഴും കറക്കം തന്നെ നമ്മൾ പറയും. എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാലും പ്രശ്നം, എപ്പോഴും കറങ്ങിയാലും പ്രശ്നം. അപ്പം
എപ്പോഴും ടൂർ പോയാൽ ഊട്ടിയിലൊക്കെ പോയാൽ ജലദോഷം പനിയും ഒക്കെ വരുന്ന തലവേദനയൊക്കെ വന്നല്ലേ നമ്മുടെ ടൈം ടേബിൾ, നമ്മുടെ എന്താ പറയുക ബോഡിയുടെ ക്ലോക്ക് ടൈം എല്ലാം തെറ്റും. അപ്പോൾ നമുക്ക് തലവേദന വരും, ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ വരും. അങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഉണക്ക ശരീരത്തിനെ കൊണ്ട് എന്തിനാണ് ഇത്ര അഹങ്കാരം? എനിക്ക് മസിലുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് അഹങ്കാരം? അതുകൊണ്ട് ആരെയും തല്ലാനും കൊല്ലാനും പോകരുത്. വേറൊരു മനുഷ്യനെ ഒരിക്കലും എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? ശരീരം തൊട്ട് വേദനിപ്പിക്കരുത്, മനസ്സുകൊണ്ടും വേദനിപ്പിക്കരുത്, വാക്കുകൊണ്ടും വേദനിപ്പിക്കരുത്, നോട്ടം കൊണ്ടും വേദനിപ്പിക്കരുത്. നല്ല മക്കളായിട്ട് വളരണം കേട്ടോ. അപ്പോൾ എക്സാമിന് നടന്ന മക്കളൊക്കെ നല്ല മക്കളാണ്, സംസ്കൃതം പഠിക്കുന്ന മക്കളൊക്കെ നല്ല മക്കളാണ്. അപ്പോൾ അനാവശ്യമായി ആരെയും തല്ലാനോ കൊല്ലാനോ ചീത്ത പറയാനോ പോകരുത്. അതുപോലെ ആവശ്യത്തിന് വേണമെങ്കിൽ അത്യാവശ്യം ചീത്ത പറയലും തല്ലലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആവുകയും ചെയ്യാം അല്ലേ. ഭാവാർത്ഥം നോക്കുക. ശരീരം വളരെ നശ്വരമായ ഒന്നാണ്. അല്പം പരിചരണം ഇല്ലാതെയാണെങ്കിലും അല്ലെങ്കിൽ അതിശയമായി ഉപയോഗിച്ചാലും വളരെയധികം ഉപയോഗിച്ചാലും അത് ദുർബലമാകുന്നു. അതിനാൽ ഈ നശ്വരമായ ശരീരം കൊണ്ട് ഞാൻ ശക്തിയുള്ളവൻ, ഞാൻ ഉറപ്പുള്ളവൻ, എൻ്റെ ശരീരം വളരെ പവർഫുള്ളാണ് എന്ന് അഹങ്കാരം കാണിക്കുന്നത് വ്യർത്ഥമാണ്, വേസ്റ്റാണ്. കുളിച്ചാൽ ബോഡി വൃത്തിയാവും നമുക്കറിയാം എന്ന് കരുതി 24 മണിക്കൂറും ഷവറിൻ്റെ ചുവട്ടിൽ നിന്നാൽ പനി പിടിച്ച് ചാവും, അറ്റാക്ക് വന്ന് മരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കുക. ആത്മനഹ ദേഹം ആണ് ശരീരം. ആപന്ന വിപത്തിഹി എന്ന് പറഞ്ഞാൽ ആസന്ന നാശമിതി, വന്നെത്തിയ നാശം അടുത്തിരിക്കുന്ന. ദൃശ്യത എന്ന് പറഞ്ഞാൽ ദൃഷ്ടം ശക്യത, കാണാൻ സാധിക്കും. ഏവം ശരീരനാശോ പ്രത്യാസന്നേപി തവ കേന ഹേതുന ഭവതഃ കേന കാരണേന ബലേ അഭിമാനഃ ഭവതി സ്വശക്തൗ അഹങ്കാരഃ ഭവതി. സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുന്നതിനാണ് ബലേ അഭിമാനഃ. എന്തിനാണ് നിങ്ങൾ സ്വന്തം ബലത്തിൽ അഭിമാനിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭാവാർത്ഥം നോക്കുക. അന്നപാനാദീനാം വ്യായാമ വിശ്രമാദീനാം ച അഭാവേനാപി തഥാ തേഷാം അമിതോപയോഗേനാപി ശരീരം നാശം പ്രാപ്നോതി. ഏവം സ്ഥിതേ സർവഥാ ദുർബലസ്യ നാശോന്മുഖസ്യ ശരീരസ്യ ശാക്തൗ കിം നിമിത്തം മാനവഃ അഹങ്കരോതി. ഇങ്ങനെ എന്താ പറയുക, ഏത് നിമിഷവും മരണം വരാൻ പോകുന്ന, നശിച്ചു പോകാൻ പോകുന്ന ഈ ഒരു ശരീരത്തെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് കോൺഷ്യസ് ആയിട്ട് അഹങ്കരിക്കുന്നത്? അപ്പോൾ ആദ്യം നമ്മളെന്താ പഠിച്ചത്? ഉപദേശം കേൾക്കാൻ വലിയ സുഖമില്ലെങ്കിലും പിന്നീട് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താ പഠിച്ചത്? മരണം എപ്പോൾ വേണമെങ്കിൽ വരാമെങ്കിലും ശരീരം നശ്വരമാണ്, അപ്പോൾ അതിൽ അഹങ്കാരം വേണ്ട. ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടല്ലേ, കുറച്ച് വലിയൊരു ചാപ്റ്ററാണല്ലേ. അപ്പോൾ അടുത്ത് നോക്കുക, അത് വായിക്കൂ. പരസ്പര ആശ്രയത്വം വിനാ കസ്യാപി കേവലം ആത്മനഃ ബലേന ഏവ യത് കിമപി കർത്തും ന ശക്യതേതി ദൃഷ്ടാന്തൈ സമർത്ഥേതി. ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ദൃഷ്ടാന്തമുള്ളത്? പരസ്പര ആശ്രയത്വം വിനാ, പരസ്പരം ആശ്രയിക്കാതെ, ഒരാൾക്ക് വേറൊരാളുടെ ഹെൽപ്പില്ലാതെ, കസ്യാപി കേവലം ആത്മനഃ ബലേന, ആർക്കും സ്വന്തം ആത്മാവിൻ്റെ ബലം കൊണ്ട് യത് കിമപി കർത്തും ന ശക്യതേ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ദൃഷ്ടാന്തമുണ്ട്, തെളിവുണ്ട്. നമുക്കറിയാം, നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്, ഒരാൾക്ക് വേറൊരാളുടെ സഹായം വേണം, അല്ലെങ്കിൽ ഒന്നിന് വേറൊന്നിൻ്റെ ഹെൽപ്പ് എപ്പോഴും വേണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഇവിടെ ഒരു ടെക്നിക്കൽ പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാൻ ഞാൻ ഇവിടുത്തെ ടെക്നിക്കൽ ഓഫീസറിൻ്റെ ഹെൽപ്പ് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കുട്ടിക്ക് പഠിക്കുമ്പോൾ ഡൗട്ട് വന്നാൽ നമ്മൾ ടീച്ചറോട് ചോദിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾക്ക്, ഇപ്പോൾ എനിക്ക് വെള്ളം വേണമെങ്കിൽ ഞാൻ വെള്ളം കൊണ്ടുതരാൻ ഒരാളോട് പറയണം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ ഹെൽപ്പ് കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ. പെട്ടെന്ന് നമ്മുടെ വണ്ടി പെട്രോൾ, നിങ്ങൾക്കറിയാലോ, വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പെട്രോൾ വാങ്ങിക്കൊണ്ട് വരാനൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും മറ്റൊരാളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് നമുക്ക് ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് ആരുടെയും സഹായം ഇല്ലാതെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സത്യം ഉദാഹരണങ്ങളിലൂടെ നമ്മൾ വ്യക്തമാക്കുകയാണ്. യഥാ ഹിമാർത്തോ ജ്വലനം നിഷേവത്തെ ഹിമം നിദാഘാഭിഹതോഭികാംക്ഷതി ക്ഷുതാന്വിതോന്നം സലിലം തൃഷാന്വിതോ ബലം കുതഃ കിം ച കഥം ച കസ്യ ച. നല്ല രസമുള്ള ഒരു കവിതയാണ്. യഥാ ഹിമാർത്തോ ജ്വലനം നിഷേവത്തെ. ഹിമാർത്ത, ഹിമേന ആർത്ത. നിദാഘാഭിഹതഃ, നിദാഘേന അഭിഹതഃ. ക്ഷുധാന്വിതഃ, ക്ഷുധയാ അന്വിതഃ. തൃഷാന്വിതഃ, തൃഷയാ അന്വിതഃ. അപ്പോൾ ഹിമാർത്ഥ എന്ന് പറഞ്ഞാൽ ഹിമേന ആർത്തഹ എന്ന് പറഞ്ഞാൽ തണുപ്പിനെ കൊണ്ട് കഷ്ടപ്പെടുന്നവൻ. ആർത്തൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നവൻ എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. അപ്പോൾ തണുപ്പിനെ കൊണ്ട് കഷ്ടപ്പെടുന്നവൻ എന്ത് വേണം? ജ്വലനം നിഷേവത്തെ. അവൻ എന്താ വേണ്ടത്?
ചൂട് വേണം. അപ്പോൾ അവൻ അഗ്നിയുടെ ചൂട് തേടുന്നു അല്ലേ. തണുപ്പിൽ നമുക്ക് ചൂട് വേണം അല്ലേ. ഡിസംബർ ജനുവരി മാസം നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എണീറ്റ് പ്ലാവിൻ്റെയും മാവിൻ്റെ ഇല അടിച്ചു വാരി കൂട്ടി തീയിടും. എന്നിട്ട് ആ തീയിൽ നമ്മളിങ്ങനെ ചൂട് കായും, കാരണം നല്ല തണുപ്പല്ലേ. അപ്പം തണുപ്പ് കാലത്ത് നമുക്ക് ചൂടിൻ്റെ ഹെൽപ്പ് വേണം. അതേപോലെ നിദാഘാഭിഹത, വളരെ നിദാഘം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു വേനൽ ചൂട് അല്ലേ. അഘം നിദാഘം, വേനലിൻ്റെ ഗുരുതരമായ വേനൽക്കാലം. വേനൽ വന്നാൽ നമ്മൾ എന്താ നമ്മൾ പറയുക അല്ലേ. വേനൽ വന്നാൽ നമ്മൾ എന്താ പറയുക? ഓ എന്തൊരു ചൂട്. ഒരു മഴ പെയ്താൽ ലേശം തണുപ്പ് കിട്ടുമായിരിക്കും, ലേശം ആശ്വാസം ഉണ്ടാവും അല്ലേ. അപ്പം വേനൽക്കാലത്ത് നമുക്ക് മഴ വേണം, അല്ലെങ്കിൽ തണുപ്പ് വേണം. തണുപ്പ് കാലത്ത് നമുക്ക് വെയിൽ വേണം. അപ്പം നിദാഘം എന്ന് പറഞ്ഞാൽ ചൂടാണ് കേട്ടോ. നിദാഘം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട്. നിദാഘം. അപ്പോൾ ചൂട് കാരണം ബുദ്ധിമുട്ടുന്ന ആൾ. നിദാഘം എന്ന് പറഞ്ഞാൽ ചൂട്. അപ്പോൾ ചൂട് കാരണം അഭിഹത, ഗുരുതരമായിട്ട് വേനലടിക്കുന്നവൻ, ചൂട് ഏൽക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഹിമം അഭികാംക്ഷതി, കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. ഹിമം അഭികാംക്ഷതി, ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ്, തണുപ്പിനെ ആഗ്രഹിക്കുന്നു. പിന്നെ ക്ഷുധാന്വിത, ക്ഷുധ എന്ന് പറഞ്ഞാൽ വിശപ്പ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ. ക്ഷുധാന്വിത, വിശപ്പുള്ളവൻ എന്ത് ചെയ്യുന്നു? അന്നം, ക്ഷുധാന്വിതോന്നം, അവൻ അന്നം കാക്ഷിക്കുന്നു. പിന്നെ തൃഷാന്വിതൻ, ഈ ദാഹം, തൃഷ എന്ന് പറഞ്ഞാൽ ദാഹം, തൃഷ്ണ അല്ലേ. ദാഹമുള്ളവൻ എന്ത് ചെയ്യുന്നു? ദാഹത്താൽ പീഡിതൻ എന്താഗ്രഹിക്കുന്നു? ബിരിയാണിയോ അല്ല, വെള്ളം അല്ലേ. തൊണ്ട വരളുന്നു. ഇപ്പോൾ ഞാൻ തന്നെ 2 പ്രാവശ്യം വെള്ളം കുടിച്ചെന്നാണ് ക്ലാസ് എടുത്ത് എൻ്റെ ഒച്ച പോയി. അപ്പോൾ തൊണ്ട വരളുന്നു. അപ്പോൾ തൊണ്ട വരളുമ്പോൾ നമ്മൾ വെള്ളമാണ് ആഗ്രഹിക്കുന്നത്. സലിലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വെള്ളമാണ്. അപ്പോൾ തൊണ്ട വരളുന്നവന് വെള്ളം വേണം, വിശക്കുന്നവന് ഭക്ഷണം വേണം, അന്നം വേണം. ഹിമാർത്തിന് ജ്വലനം വേണം, ചൂട് വേണം. നിദാഘാഭിഹിതന് വേനലുള്ളവന് ഹിമം വേണം, തണുപ്പ് വേണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? യഥാ യസ്മിൻ കാലേ ഹിമാർത്തഃ ശൈത്യേന പീഡിതഃ, തണുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ ജ്വലനം നിഷേവതേ അഗ്നിം ശരണം പ്രാപ്നോതി, ചൂടിൻ്റെ ശരണം തേടുന്നു. നിദാഘാഭിഹിതഃ അപി ഗ്രീഷ്മാതപേന ക്ലാന്തഃ അപി, ഗ്രീഷ്മാതപം എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മച്ചൂട് അല്ലെ, വേനൽക്കാലത്തിൻ്റെ ചൂട്. ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. അപ്പോൾ ഗ്രീഷ്മാതപം, വേനൽ ചൂട്. ഗ്രീഷ്മാതപത്തിൽ ബുദ്ധിമുട്ടുക. ഗ്രീഷ്മാതപേന ക്ലാന്തഃ, വേനൽ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ. ഹിമം നിഷേവത്തെ ശീതോപചാരം ഇച്ഛതി, തണുപ്പ് ആഗ്രഹിക്കുന്നു. ക്ഷുധാന്വിതഃ ബുഭുക്ഷയാ ക്ലിന്നഃ, വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്നവൻ. അന്നം നിഷേവത്തെ, അന്നം ആശ്രയത്തെ, അന്നം ആഗ്രഹിക്കുന്നു. തൃഷാന്വിതഃ ദാഹമുള്ളവൻ. പിപാസ, വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ളവൻ എന്താ വിളിക്കുക? പിപാസു. അപ്പോൾ പിപാസാകുലഃ, അവൻ എന്ത് ചെയ്യുന്നു? സലിലം നിഷേവത്തെ, അവൻ ജലം അന്വേഷതി, വെള്ളം അന്വേഷിക്കുന്നു. അതേപോലെ തഥാ ബലം കുതഃ തസ്മിൻ കാലേ ബലം കുത്രാസ്തി, ആ സമയത്ത് എവിടെയാണ് ബലമുള്ളത്? കിഞ്ച കഥം ച ബലം കിയതസ്തി കഥമസ്തി, ബലം എങ്ങനെയാണ്, എവിടെയാണുള്ളത്, എപ്രകാരമാണുള്ളത്, എന്താണ്, ഏതാണ് ബലം? കസ്യ ചാസ്തി, കസ്യാസ്തി ബലം, ആരുടെയാണ് ബലം? എന്താണ്? തണുപ്പിൽ വിറങ്ങലിക്കുന്നവൻ തീയുടെ ചൂട് തേടുന്നു. കടുത്ത വേനലിൽ വേദനിക്കുന്നവൻ തണുപ്പ് ആഗ്രഹിക്കുന്നു. വിശപ്പോടെയുള്ളവൻ ഭക്ഷണം അന്വേഷിക്കുന്നു. ദാഹം പിടിച്ചവൻ വെള്ളം തേടുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഈ ലോകത്തിൽ ഒരാൾക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ആ ശക്തിയുടെ ഉദ്ഭവം എവിടെയാണ്, എത്രത്തോളം, എങ്ങനെ, ആരുടേതാണ്, ഇതൊക്കെയും ചോദിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ബലത്തിൽ, പവറിൽ അഹങ്കരിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറയുന്നത്? ആ ബലം, ആ പരമമായ ബലം, ആ വേറൊരാളുടെ സഹായം നമ്മൾ ചോദിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ശക്തിയുടെ ഉദ്ഭവം എത്രത്തോളം, എങ്ങനെ, ആരുടേതാണ്, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം, നമ്മൾ കണ്ടുപിടിക്കണം. ഭാവാർത്ഥം നോക്കുക. ഹിമശൈത്യേന ദുഃഖിത അഗ്നിം സംസേവതേ, തണുപ്പ് കാരണം വിഷമിക്കുന്നവൻ ചൂടിനെ ആഗ്രഹിക്കുന്നു. ഗ്രീഷ്മാതപ ക്ലിഷ്ടസ്തു ശീതോപചാരം അഭിലഷതി, ചൂട് കാരണം ബുദ്ധിമുട്ടുന്നവൻ തണുപ്പിനെ ആഗ്രഹിക്കുന്നു. ക്ഷുധയാ പീഡിതസ്തു ഭോജനമിച്ഛതി, വിശപ്പ് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവൻ ഭക്ഷണം ആഗ്രഹിക്കുന്നു. പിപാസാകുലോപി ജലം ഈഹതേ, ദാഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ വെള്ളം ആഗ്രഹിക്കുന്നു. ഏവം, ഇങ്ങനെ ആത്മനഃ ക്ലേശനാശായ അപരാനാശ്രയതേ ചേതസ്യ ബലം കിയദസ്തി അനേന കിം പ്രയോജനം അനേന ബലേന ന കോപി ലാഭഃ ഇത്യാശയഃ. അപ്പോൾ എന്താണ്, നമ്മൾ ഈ മറ്റുള്ളവരെ എല്ലാത്തിലും ആശ്രയിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പവർഫുൾ ആണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പദച്ഛേദം ഹിമാർത്ഥോ ജ്വലനം, ഹിമാർത്ഥഃ ജ്വലനം. നിദാഘാഭിഹതോഭികാംക്ഷതി, നിദാഘാഭിഹതഃ അഭികാംക്ഷതി. ക്ഷുധാന്വിതോന്നം, ക്ഷുധാന്വിതഃ പ്ലസ് അന്നം. അടുത്തത്
ത്വം ബലവാനസി ചെയ്ത് താവത് പ്രഥമം ആത്മനിയന്ത്രണം കുരു ഇത് നിർദ്ദിശതി. ശരി, നീ വലിയ ബലവാനാണല്ലോ, നീ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പവറുള്ള ആളാണല്ലോ, നീ അങ്ങനെ വലിയ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ള ആളാണെങ്കിൽ നീ ആദ്യം നിന്നെ തന്നെ കൺട്രോൾ ചെയ്യും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യും, നിയന്ത്രിക്കുക, അല്ലേ? ഇപ്പോൾ ശബരിമല സീസണിൽ അയ്യപ്പസ്വാമിയായിട്ട് നമ്മൾ മാലയിട്ട് കറുപ്പൊക്കെ കൊടുത്ത് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ എന്താ പറയുക, മദ്യപിക്കുന്നവർ മദ്യപാനം നിർത്തി കൺട്രോൾ ചെയ്യും, പുകവലിച്ചവർ പുകവലി നിർത്തി കൺട്രോൾ ചെയ്യും, നോൺ വെജ് കഴിച്ചവർ ഇറച്ചി മീനൊക്കെ നിർത്തി കൺട്രോൾ ചെയ്യും. പിന്നെ രാവിലെ എണീക്കും, ശരണം വിളിക്കും, വൈകുന്നേരം ശരണം വിളിക്കും, 2 നേരം കുളിക്കും, ക്ഷേത്രങ്ങളിൽ പോവും, പിന്നെ ഭക്തി സംഗീതം കേൾക്കും, ഭജനകൾ പാടും, എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും, അല്ലേ? അപ്പോൾ സാധാരണ അടിച്ച് പൊളിച്ച് ഇറച്ചി മീനൊക്കെ കഴിച്ച് വെള്ളമൊക്കെ അടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ചീത്തൊക്കെ വിളിച്ച് അടിപിടി കൂടി നടന്നിരുന്ന ആളുകളാണ് മണ്ഡലകാലത്ത് വ്രതമെടുത്ത് നടക്കുന്നത്. അപ്പോൾ അവന് സ്വയം കൺട്രോൾ ചെയ്യാണ്. എന്നാൽ എല്ലാവർക്കും ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ചില ആൾക്കാർക്ക് പറ്റൂല. അപ്പോൾ അവർ ശരിക്കും വലിയ ഗുണ്ടകളൊക്കെ ആയിരിക്കും, നാട്ടിൽ അടിയും പിടിയൊക്കെ ഉണ്ടാക്കുന്ന വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നീ വലിയ പവർഫുൾ അല്ലേ? നീ ആദ്യം നിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യും. നീ ഇറച്ചി മീനും അൽഫാമൊന്നും കഴിക്കാതെ 2 മാസം നീ മണ്ഡലകാലത്ത് വ്രതം എടുത്ത് കാണിച്ചതാ. നീ സിഗരറ്റും വലിക്കാതെ വെള്ളടിക്കാതെ നാവ് കൊണ്ട് ഒരാളെയും ചീത്ത വിളിക്കാതെ നീ 41 ദിവസം മണ്ഡല വ്രതം എടുത്ത് കാണിച്ചതാ, അല്ലേ? അതുപോലെ നീ നിന്നെ ആദ്യം കൺട്രോൾ ചെയ്യും. നീ പവർഫുൾ ആണെങ്കിൽ നീ ആദ്യം നിന്നെ കൺട്രോൾ ചെയ്യുമെന്നാണ് പറയുന്നത്. നീ ശരിക്കും ബലവാനാണെങ്കിൽ നീ ആദ്യം നിന്നെ കൺട്രോൾ ചെയ്യൂ. ബലം മഹദ്വാ യതിയേന മന്യസേ കുരുഷ്വ യുദ്ധം സഹതാവദിന്ദ്രിയൈഃ ജയശ്ച തേത്രാസ്തി മഹച്ഛ തേ ബലം പരാജയശ്ചേത് വിതഥം ച തേ ബലം. എന്താണ് പറയുന്നത്? ബലം യേന ബലം മഹദ്വാ മന്യസേ യതി താവത് ഇന്ദ്രിയൈഃ സഹ യുദ്ധം കുരുഷ്വ ഏന കേനാപി ഹേതുന ആത്മനോ ബലം മഹത്തരം ഇതി ചിന്തയസി. ആരാണോ സ്വന്തം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സ്വന്തം ബലം അടിപൊളിയാണെന്ന് വിചാരിക്കുന്നത്, അവനോട് ഒന്നേ പറയാനുള്ളൂ, അവൻ തസ്മിൻ ഏവ സമയം അവൻ നിന്റെ തന്നെ സ്വന്തം തന്നെ ആത്മനഃ ഇന്ദ്രിയ സഹ സമരം കുരുഷ്വ. നീ വലിയ പവർഫുൾ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ ഇന്ദ്രിയങ്ങളോട്, അല്ലേ, അങ്ങോട്ട് ഒരു എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ കാണരുത് എന്ന് കണ്ണിനെ നീ കൺട്രോൾ ചെയ്യും, എന്തെങ്കിലും കേൾക്കുമ്പോൾ കേൾക്കരുത് എന്ന് ചെവിയിൽ നീ കൺട്രോൾ ചെയ്യും, എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കരുതെന്ന് നിൻ്റെ നാവിനെ നീ കൺട്രോൾ ചെയ്യും, എന്തെങ്കിലും തൊടാൻ തോന്നുമ്പോൾ തൊടരുതെന്ന് നിൻ്റെ സ്കിന്നിനെ നീ കൺട്രോൾ ചെയ്യും. ഇങ്ങനെ നിൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നീ കൺട്രോൾ ചെയ്യുക, നിൻ്റെ മനസ്സിനെ നീ കൺട്രോൾ ചെയ്ത് വെക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, അല്ലേ, നീ അടിപൊളിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അല്ലെങ്കിൽ നീ അടിപൊളിയല്ല. അപ്പോൾ നിനക്ക് നിൻ്റെ ശരീരത്തിൻ്റെ പവറിൽ, നിൻ്റെ മനസ്സിൻ്റെ പവറിൽ നിനക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ കൂടുതൽ അത് പവർഫുൾ ആണെന്ന് വിചാരിച്ച് ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളോട് തന്നെ യുദ്ധം കുരുഷ്വ, സമരം ചെയ്യും, യുദ്ധം ചെയ്യും. എന്നിട്ട് നീ ജയിക്കുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാലോ. അത്ര ജയ അസ്തി ചെയ്ത് തേ ബലം മഹത്ത് ഇന്ദ്രിയ സംയമനെ വിജയം ലഭതേ ചെയ്ത് തുതിയം ബലം. അങ്ങനെ നീ ജയിച്ചാലും നീ അടിപൊളിയാണ്. നിൻ്റെ 5 ഇന്ദ്രിയങ്ങൾ, നിൻ്റെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടല്ലോ, നിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും നീ യുദ്ധം ചെയ്ത് ജയിച്ചാൽ, അതിനെ നീ കൺട്രോൾ ചെയ്താൽ നിൻ്റെ ബലം, ത്വതീയം ബലം, നിൻ്റെ ബലം മഹത്താണ്, അടിപൊളിയാണ്. മഹത്തരമിതി വക്തും ശക്യതേ, ഗ്രേറ്റ് ആണെന്ന് ഞാൻ പറയും. അതിന് നീ തോറ്റാലോ? പരാജയ ചെയ്ത് തേ ബലം വിതഥം ചാസ്തി. നീ തോറ്റാൽ, പരാജയപ്പെട്ടാൽ നിൻ്റെ ബലം വേസ്റ്റ് ആണ് മോനെ, നിഷ്ഫലമാണെന്നും ഞാൻ പറയും. മനസ്സിലായോ? ഏന കേനാപി കാരണേന ആത്മനഃ ശക്തിം അധികൃത്യ അഭിമാനഃ അസ്തി ചേത് പ്രഥമമേവ ഇന്ദ്രിയജയം ലബ്ധും പ്രയത്നഃ കരണീയഃ. ഏന കേനാപി കാരണേന ആത്മനഃ ശക്തിം അധികൃത്യ അഭിമാനഃ അസ്തി. ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് എൻ്റെ ശരീരം അടിപൊളിയാണ്, ഞാൻ ഭയങ്കര പവർഫുള്ളാണ് എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവൻ ആദ്യം എന്ത് ചെയ്യണം? പ്രഥമമേവ ഇന്ദ്രിയ ജയം ലബ്ധും പ്രയത്നഃ കരണീയഃ. സ്വന്തം ഓർഗൻസിനെ, സ്വന്തം ഇന്ദ്രിയങ്ങളെ ജയം ലബ്ധും, അവരെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തം മനസ്സിനെ ജയിക്കാനുള്ള പ്രയത്നം കരണീയഃ, പ്രാക്ടീസ് ചെയ്യണം. ഇന്ദ്രിയ സംയമനെ സിദ്ധേ സ്വകീയം ബലം മഹത്തരം ഭവതി. അപ്പം ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബലം, നിങ്ങളുടെ ആത്മബലം വളരെ പവർഫുൾ ആണെന്ന് ഞാൻ പറയും. അഥവാ ഇന്ദ്രിയജയെ അശക്തശ്ചേത് ഏതാദൃശം ബലം നിഷ്ഫലമേവ. എന്നാൽ നിങ്ങൾക്ക് 41 ദിവസം പോയിട്ട് 4 ദിവസം മദ്യപിക്കാതെയും ചീത്ത വിളിക്കാതെയും മനസ്സിൽ മോശം കാര്യങ്ങൾ ചിന്തിക്കാതെയും നോൺ വെജ് കഴിക്കാതെയും ഒന്നും വ്രതമെടുത്തൊന്നും ഇരിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ ബലം തോറ്റു. നിങ്ങളുടെ ബലം കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളെക്കാളും പവർഫുള്ളാണ് ഇന്ദ്രിയങ്ങൾ. സോ അത് നിങ്ങളല്ലല്ലോ നിയന്ത്രിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ അടക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി അടിപൊളിയാണെന്ന് ഞാൻ പറയും. അല്ലാതെ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ ബോഡിയെ അടക്കുകയാണെങ്കിൽ, നിങ്ങളെ അടക്കുകയാണെങ്കിൽ, ഷുഗറുള്ള ആൾ 2 കിലോ പഞ്ചസാര ഡെയിലി തിന്നുകയാണെങ്കിൽ അയാൾ തട്ടിപ്പോവും. അതല്ല, എനിക്ക് ഷുഗറാണ്, പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കാൻ അയാൾക്ക് പറ്റിയാൽ അയാൾ ജയിക്കും. അങ്ങനെ ജയിച്ചാൽ അയാൾ അടിപൊളിയാണ്. തോറ്റ അയാളുടെ ബലം നോ യൂസ്, നിഷ്ഫലം ആണ്. പദച്ഛേദം നോക്കിക്കോ. മഹദ്വ, മഹത് പ്ലസ് വ
താവതിന്ദ്രിയൈഹി, താവത് പ്ലസ് ഇന്ദ്രിയൈഹി. ജയശ്ച, ജയഃ പ്ലസ് ച. തേ ത്രാസ്തി, തേ പ്ലസ് അത്ര പ്ലസ് അസ്തി. മഹച്ച, മഹത്ത് പ്ലസ് ച. പരാജയശ്ചേത്, പരാജയ പ്ലസ് ചേത്. അപ്പം എന്താ പറയുന്നത്? നീ മഹത്തായ ശക്തിയുള്ളവനാണെന്ന് കരുതുന്നുവെങ്കിൽ ആദ്യം നിന്റെ സ്വന്തം ഇന്ദ്രിയങ്ങളോടൊപ്പം നീ യുദ്ധം ചെയ്തു നോക്കുക. അവയിൽ വിജയിച്ചാൽ അപ്പോഴാണ് നിന്റെ ശക്തി സത്യം. എങ്കിൽ നീ പരാജയപ്പെട്ടാലോ നിന്റെ ബലമെന്നുള്ളത് വ്യർത്ഥമായ ഒരു ഭ്രാന്ത കൽപ്പന മാത്രമാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ബോഡി വളരെ വീക്കാണ്, ശരീരം ദുർബലമാണ്, അതിൽ അഹങ്കാരം വേണ്ട. മനുഷ്യന് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. യഥാർത്ഥ ബലം സ്വയം നിയന്ത്രണത്തിലാണെന്ന് ഇപ്പോൾ പഠിച്ചു. ഉപദേശം ആദ്യം കഠിനമെങ്കിലും ഫലം ഭാവിയിൽ നല്ലതായിരിക്കുമെന്ന് ആദ്യം പഠിച്ചു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. മഹദ്വ എന്ന് പറഞ്ഞാൽ മഹത്ത് പ്ലസ് വ, വലിയതോ എന്നൊരു മീനിങ്ങിൽ. താവതിന്ദ്രിയഹി, താവതിന്ദ്രിയഹി ആദ്യം ആ ഒരു ഇന്ദ്രിയങ്ങളോടൊപ്പം. ജയശ്ച, ജയമായും. തേ ത്രാസ്തി, തേ അത്രാസ്തി നിനക്ക് ഇതിവിടെ ഉണ്ടെങ്കിൽ. മഹച്ച, മഹത്ത് മഹത്തായും. പരാജയശ്ചേത്, പരാജയമുണ്ടെങ്കിൽ. ഏനകേനാഭിഹേതുന, ഏതെങ്കിലും കാരണത്താൽ ബലം മഹദ്വ മന്യതേതി, നീ ശക്തിമത്താണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായി നിന്റെ ഇന്ദ്രിയങ്ങളോടൊപ്പം യുദ്ധം ചെയ്ത് നോക്കുക. അവിടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതിൽ, വിജയം ലഭിക്കുന്നതിൽ നിന്റെ ശക്തി അടിപൊളിയാണെന്ന് പറയാം. അതല്ല നീ തോറ്റാലോ നിന്റെ ശക്തി വ്യർത്ഥമാണ്, വ്യാജമാണ്. നീ ഏതെങ്കിലും കാരണത്താൽ എനിക്ക് വലിയ ശക്തിയുണ്ട്, ഞാൻ പരാക്രമശാലിയാണ് എന്ന് കരുതുന്നുവെങ്കിൽ ആദ്യം നിന്റെ ഇന്ദ്രിയങ്ങളെ വാക്പരിമിതി, അതായത് വാക്കുകൾ കൺട്രോൾ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, നല്ലത് മാത്രം പറയാനുള്ള പ്രാക്ടീസ്. ക്രോധം, ദേഷ്യം, പിന്നെ സ്വഭോഗം, നമ്മുടെ ശരീരത്തിനെ സുഖിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്വഭോഗവാസന, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം അല്ല, ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക, ഭാരിച്ച ഭക്ഷണം കഴിക്കുക, സ്വാർത്ഥ ചിന്തകൾ മുതലായവ നിയന്ത്രിക്കാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചു എന്ന് പറയാം. നിന്റെ ശക്തി മഹത്തായതും സത്യവുമാണെന്ന് അപ്പം പറയാം. ഇനി നീ പരാജയപ്പെട്ടാൽ നിന്റെ ശക്തി ഉപയോഗശൂന്യവും വ്യാജവുമാണ്. അപ്പം നമ്മുടെ ശരിയായ ശക്തി ബലത്തിലും ധനത്തിലും സ്ഥാനത്തിലും ഒന്നുമല്ല. നമ്മുടെ യഥാർത്ഥ പവർ നമ്മുടെ ബോഡിയുടെ ജിംനാസ്റ്റിക് ആകുന്ന പവറിലോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട് പൈസയിലോ, അല്ലെങ്കിൽ നമ്മൾ വലിയ ചീഫ് മിനിസ്റ്റർ ആണെന്നുള്ള പൊസിഷനിലോ ഒന്നുമല്ല. സ്വന്തം ശരീരവും വാക്കും കാഴ്ചയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പവർഫുൾ ആണെന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ മീനിങ്. സർവ്വ ബലങ്ങളിലും പരമബലം ഇന്ദ്രിയ നിഗ്രഹമാണ്. നമ്മുടെ ഓർഗൻസിനെ, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ വിചാരങ്ങളെ, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക അല്ലേ. നമ്മുടെ വാക്ക്, മനസ്സ്, ക്രോധം, ആഗ്രഹങ്ങൾ, ഭക്ഷണശീലം, വികാരങ്ങൾ എന്നിവ നിയന്ത്രിക്കാനാവുമെങ്കിൽ അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ശക്തിയുള്ളവരായി കണക്കാക്കപ്പെടുന്നത്. എങ്കിൽ ഈ ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ ശക്തി, പദവി, ബലം എല്ലാം വേസ്റ്റാണ്. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അത് വേണം അല്ലേ. ആരെങ്കിലും കാണുമ്പോൾ രണ്ട് ചീത്ത വിളിക്കാൻ തോന്നുക, ഫേസ്ബുക്കിൽ ഏതെങ്കിലും പോസ്റ്റ് കാണുമ്പോൾ അതിൻ്റെ താഴെ ഫേക്ക് അക്കൗണ്ടിൽ പോയിട്ട് പച്ചത്തറി എഴുതിവിടാൻ തോന്നുക. ഇങ്ങനെയുള്ള ഒട്ടും സെൽഫ് കൺട്രോൾഡ് അല്ലാത്ത ലൈഫ് സ്റ്റൈലാണ് നമ്മൾക്ക് സൊസൈറ്റിയിൽ നോക്കിയാൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മുടെ മക്കൾ അങ്ങനെ ഒന്നും ആവരുത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു മക്കളെ. പിന്നെ പഠന പ്രവർത്തനങ്ങളാണുള്ളത്. പാഠഭാഗസ്ഥാനി പദ്യാനി താല ലയാനുസാരം ആലവതു, പാട്ട് പാടാൻ. നവീന പദാനി ചിത്വ ആശയം ലിഖതു, പുതിയ വേർഡ്സ് കണ്ടുപിടിച്ചതിന് മീനിങ് എഴുതാൻ. പദ്യാനാം ഗദ്യക്രമം ലിഖതു, പദ്യം അന്വയത്തിൽ ഗദ്യമാക്കിയിട്ട് എഴുതാൻ. പദ്യാനാം ആശയം ലിഖതു, മീനിങ് എഴുതാൻ പദ്യത്തിൻ്റെ. ഇഷ്ടതമസ്യ പദ്യസ്യ ആശയം ഉപന്യാസ രൂപേണ ലിഖതു, മെയിൻ ഇഷ്ടപ്പെട്ട ഒരു പോയം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത എടുത്തിട്ട് അതിൻ്റെ മീനിങ് ഒരു എസ്സേ പോലെ എഴുതുക. പിന്നെ അനുബന്ധ പ്രവർത്തനത്തിൽ പ്രാചീന കവീനാം കാവ്യാനാം ച നാമാനി പട്ടിക രൂപാണി ലിഖതു, പഴയ കവികളും അവരുടെ കാവ്യങ്ങളും പട്ടികയാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സൈഡിൽ കർത്ത, മറ്റേ സൈഡിൽ കൃതി, ഒരു സൈഡിൽ എഴുതിയ ആൾക്കാരുടെ പേരാണ്, മറ്റേ സൈഡിൽ എന്താ കൊടുത്തിരിക്കുന്നത് അവരുടെ ബുക്സിൻ്റെ പേരാണ് കേട്ടോ. അശ്വഘോഷൻ എന്ന് പറയുന്നത് ബുദ്ധചരിതവും സൗന്ദര്യനന്ദവും എഴുതിയ ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അശ്വഘോഷൻ്റെ കൃതികൾ ബുദ്ധചരിതം, അതുപോലെ സൗന്ദര്യനന്ദം. പ്രവരസേനൻ എഴുതിയത് സേതുകാവ്യവും സേതുബന്ധവും രാവണവധവുമാണ് കേട്ടോ. പിന്നെ ബുദ്ധഘോഷൻ എഴുതിയത് പദ്യചൂടാമണിയാണ്. കുമാരദാസൻ എഴുതിയത് ജാനകീഹരണമാണ്. ഭട്ടിഹി എഴുതിയത് ഭട്ടികാവ്യവും രാവണവധവുമാണ്. ഹരിചന്ദ്ര എഴുതിയത് ധർമ്മശർമാഭ്യുദയമാണ്. രത്നാകരൻ എഴുതിയത് ഹരിവിജയമാണ്. വാസുദേവൻ എഴുതിയത് നലോദയം ആണ്. പദ്മഗുപ്തൻ എഴുതിയത് നവസാഹസാങ്ക ചരിതം. ബിൽഹണൻ എഴുതിയത് വിക്രമാങ്ക ദേവചരിതം. വിക്രമാങ്ക ദേവചരിതം. പിന്നെ താഴെ ക്ഷേമേന്ദ്രൻ ആണ് കേട്ടോ. ക്ഷേമേന്ദ്രൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? അത് ക്ഷേമേന്ദ്രൻ എഴുതിയത് എന്താണ്? രാമായണ മഞ്ജരി, ഭാരതമഞ്ജരി, ബൃഹത് കഥാ മഞ്ജരി. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠം. എന്താണ്? നിയമ്യതാം സ്വയം നിയമിക്കുക, സ്വയം നിയന്ത്രിക്കുക, സ്വയം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന
സെൽഫ് കൺട്രോൾ എന്നൊരു മീനിങ് വരുന്നതാണ് കേട്ടോ. ആത്മനിയന്ത്രണം എന്നൊരർത്ഥം വരുന്ന ഒരു പാഠമാണ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 7ാമത്തെ ആ ഒരു പാഠവും 9ാം ക്ലാസ്സിലെ മക്കളെ നമ്മളിതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പദ്യങ്ങളും വായിച്ച് നോക്കി അതിൻ്റെ അന്വയം മനസ്സിലാക്കുക. അപ്പോൾ അതെങ്ങനെ മുറിച്ച് വായിക്കണം എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അന്വയങ്ങൾ, വിഗ്രഹങ്ങൾ, പദച്ഛേദങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പദച്ഛേദം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതെങ്ങനെ വായിക്കണം എന്നുള്ള മീനിങ്ങിനെ പോലെ തന്നെ ആണ് അന്വയം കൊടുക്കുക. കണ്ടോ, അന്വയം കണ്ടോ, അന്വയവും അന്വയത്തിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെ ഒരു ഏകദേശ അർത്ഥം കിട്ടും. പിന്നെ അതിൻ്റെ ഭാവാർത്ഥം നോക്കിയാൽ നിങ്ങൾക്ക് മീനിങ്ങും കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് വീണ്ടും മനോഹരമായ മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശുഭദിനം. ഓം നമഃ ശിവായ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.